തിരുവനന്തപുരം പാളയത്ത് പെട്രോൾ പമ്പിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതി പിടിയിൽ. 2 ദിവസത്തെ കളക്ഷൻ തുകയായ 1.5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓഫീസ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പോലീസ് നിരീക്ഷണങ്ങൾക്ക് നടുവിലാണ് കവർച്ച നടന്നത്. നഗരത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പാളയത്തെ പമ്പിൽ നിന്നും 1.5 ലക്ഷം രൂപയാണ് മോഷ്ടിച്ചത്. രാത്രി പമ്പടച്ചുപോയ ശേഷം ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് നടന്നെത്തിയ ഒരാൾ ഓഫീസ് മുറി കുത്തി തുറന്ന് അകത്തുകയറി ഷെൽഫിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചത്. അവധിയായതിനാൽ കഴിഞ്ഞ 2 ദിവസത്തെ പണം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നില്ല. 10 മണിക്ക് പൂട്ടിയിട്ട് 11 മണിയാവും. കണക്കാരനെ പോസ്റ്റ് വെച്ചിട്ടേ പോവുള്ളൂ. ശനി ഞായർ ബാങ്ക് അവധി ആയതുകൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് രാവിലെ അടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഇപ്പം ഇന്ന് തുറന്ന് എല്ലാം എടുത്തിട്ട് അതേപോലെ പൂട്ടിയിട്ട് പോയി. നേരത്തെ ഒരു പ്രാവശ്യം പമ്പിൽ മോഷണം നടന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മോഷണശേഷം എറണാകുളത്തേക്ക് രക്ഷപ്പെട്ട മലപ്പുറം പൊന്നാനി സ്വദേശി തഫ്സീർ ദർവേഷാണ് പിടിയിലായത്. പ്രതിയെ തിരുവനന്തപുരത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. തിരഞ്ഞെടുപ്പ് തിരക്കുള്ളതിനാൽ പോലീസിന്റെ പതിവ് പട്രോളിംഗ് കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപവും പൊതുവിൽ ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.